ഹലോ, ഞാനിന്ന് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഏത്തപ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ചെറിയ ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ അരിഞ്ഞ് ഇതിൽ വയ്ക്കണം. പിന്നെ ഒരു പച്ചമുളക് വേണം, ഇച്ചിരി കരിവേപ്പില, പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് വേവിക്കാൻ നേരം കാണിക്കാം. ഇതിന് നമുക്ക് ഒരു അര കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു 1/4 സ്പൂൺ ജീരകമുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് തൈര് വേണം, 1 കപ്പ് തൈര്. പിന്നെ ഇത് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന, അതില്ലെങ്കിൽ പഞ്ചസാരയോ വെറും ശർക്കര പൊടിയോ ചേർക്കാം. ഇത് ആദ്യം നമ്മൾ ഏത്തപ്പഴം വേവിച്ചെല്ലാം കഴിഞ്ഞേച്ച് അരപ്പ് അരച്ച് നല്ലപോലെ അരയണം. അരപ്പ് അരച്ച് ചേർത്ത് അതെല്ലാം ഒരു തിള വരുമ്പോഴത്തേക്കും പതുക്കെ ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഉപ്പും ഈ ശർക്കരയും നമ്മൾ തേങ്ങ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഏത്തപ്പഴത്തിൽ ചേർക്കും. പിന്നെ അവസാനം കടുകും വറുക്കും. വളരെ എളുപ്പത്തിലുണ്ടാക്കാം. ഇത് ചേനയൊന്നും ചേർക്കുന്നില്ല, വെറും ഏത്തപ്പഴം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞിടുന്നത് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞ് ഏത്തപ്പഴവും കൊച്ചായിട്ട് മുറിച്ചിട്ട് വേവാനൊരു സ്വല്പം വെള്ളം, പഴമല്ല, വേഗം വേവിക്കും. തീ കത്തിക്കുകയാണ്. ഇതിലോട്ടൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഞാൻ 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. പഴക്കഷ്ണമൊക്കെ വെന്തു. ഈ സമയത്ത് ഞാൻ നമ്മുടെ അരപ്പ് വരച്ചു. ഇപ്പം നമുക്കിതിൽ കുറച്ച് ഉപ്പിട്ടു. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്ന ശർക്കര, ഇപ്പോൾ ഈ ശർക്കര ഇങ്ങനെ വെള്ളം പോലെ അല്ലെങ്കിൽ ശർക്കരയായിട്ട് 1 സ്പൂൺ ഇട്ടാൽ മതി. ഇത് വെള്ളമായതുകൊണ്ട് ഞാനിത് 2 സ്പൂൺ ഒഴിക്കും. ഇതൊന്ന് വറ്റാനായിട്ട് ഇടാൻ നോക്കുന്നുണ്ട്. ഉപ്പും ചേർത്തിട്ടുണ്ട്, മധുരവും ചേർത്തിട്ടുണ്ട്. നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നല്ലപോലെ അരയണേ. അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി അരപ്പിലൊന്ന് ഒരു തിള വരണം. അതുവരെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ തീ ഇച്ചിരി കുറച്ചിട്ടിരിക്കുക. തീ കുറച്ചിട്ടിരിക്കുകയാണ്. ഇനി തൈര് അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്യുവേ. ഇത് നല്ലപോലെ തൈരൊക്കെ ചേർത്ത് ഇളക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് ഒരു ചെറിയ ചീനച്ചട്ടി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകും കുറച്ച് ഉലുവായും ആദ്യം ഇടുക. പിന്നെ വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ പിന്നിടാം. ഒന്ന് പൊട്ടിയിട്ട് നല്ലപോലെ കടുക് വറുത്തതിലോട്ടിട്ട് ഇളക്കുക. അപ്പം നമ്മൾ വേഗം നമ്മുടെ പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി. ഇത് വളരെ ട്രഡീഷണൽ ഒന്നുമല്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ്. പക്ഷെ വളരെ ടേസ്റ്റിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.